ഹലോ ഫ്രണ്ട്സ്, എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഞാനൊരു പുതിയ ഹെൽമെറ്റ് വാങ്ങി. സ്റ്റഡ്സിൻ്റെ ഷിഫ്റ്റർ ഹെൽമെറ്റാണ്. ഞാനൊരു 2018 ഒരു ഹെൽമെറ്റ് വാങ്ങിയിരുന്നു. അത് സ്റ്റഡ്സിൻ്റെ ഷിഫ്റ്റർ ഹെൽമെറ്റ് ആയിരുന്നു. അത് മാറ്റ് ഫിനിഷ് വരുന്ന ഒരു പച്ച ഡിസൈൻ വരുന്ന മോഡൽ ഞാൻ കാണിക്കാം. അപ്പോൾ അന്ന് ഞാൻ പുതിയതായിട്ട് എടുത്തപ്പം എൻ്റെ ഒരു പിക്കും ഞാൻ നിങ്ങളെ കാണിക്കാം. ഇപ്പം ഞാനത് എങ്ങനെ ഇരിക്കുന്നു എന്നുള്ള കോലവും കാണിക്കാം, പുതിയ ഹെൽമെറ്റും കാണിക്കാം. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു ചെറിയ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. കംപ്ലീറ്റ് ഗ്ലോസി ഫിനിഷ് വരുന്ന ബ്ലാക്ക് ആണ് പുതിയ ഹെൽമെറ്റ്. ഇതാണ് നമ്മുടെ പഴയ ഹെൽമെറ്റ്. നമ്മൾക്ക് ഒരു പച്ചയായിരുന്നു ഇത് എടുത്ത സമയത്ത്. ഇപ്പൊ ഇത് മഞ്ഞയായിട്ട് കാണുകയാണ്. കാരണം ഇതൊരു കുറെ വർഷമായി, 2018 5 വർഷത്തിന് മേലെയായി. അപ്പൊ ഇതാണ് ഇപ്പോഴത്തെ ഇതിന്റെ ഒരു കോലം. ഗ്ലാസ് ഒക്കെ ഫുള്ളി സ്ക്രാച്ചൊക്കെ ആയി. പിന്നെ ഇതിന്റെ ബാക്കിലെ ആ ഒരു പ്രൊട്ടക്റ്റിംഗ് കവറും കാര്യങ്ങളൊക്കെ പോയി. പിന്നെ അതിന്റെ കളർ ഫുള്ളൊന്ന് ഫെയ്ഡ് ആയിട്ടുണ്ട്. മാറ്റ് ഫിനിഷിങ് ഞാൻ ഉപയോഗിച്ചപ്പോൾ എനിക്കുണ്ടായ പ്രശ്നങ്ങൾ അതൊക്കെയാണ്. അപ്പോൾ ഇപ്പൊ ഞാൻ പുതിയതായിട്ട് എടുത്ത ഹെൽമെറ്റ് ഇതാണ്. ഇത് സെയിം ഷിഫ്റ്റർ ഹെൽമെറ്റ് തന്നെയാണ്. ഇത് ഗ്ലോസി ഫിനിഷ് ആണ് വരുന്നത്. ഇതിനകത്ത് കുറച്ച് സ്പെക്ക് കാര്യങ്ങളൊക്കെ കാണിക്കാനുണ്ട്. കുറച്ച് ഓൾഡ് മോഡലാണ് ഇത്. ഇത് കുറച്ച് പുതിയ മോഡലല്ല, അത്യാവശ്യം ഒരു ഓൾഡാണ്. പക്ഷെ എനിക്കിത് ഉപയോഗിച്ച് കുറച്ച് കംഫർട്ടബിൾ ആയതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഇത് തന്നെ എടുത്തത്. പക്ഷേ ഇപ്രാവശ്യം ഗ്ലോസി ഫിനിഷ് എടുത്തു. കാരണം നമ്മൾ ഒരുപാട് വെയിലത്തൊക്കെ പോകുന്ന സമയത്ത് ഇതിന്റെ ഡിസൈൻ, അതായത് ഗ്ലോസി ഫിനിഷ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഇതങ്ങ് നരച്ച് ഒരുപാട് പഴയ ഒരു ഫീല് കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ വരും. ഞാൻ എടുത്തിട്ട് കുറച്ച് ആളായപ്പോൾ തന്നെ എൻ്റെ ഹെൽമെറ്റ് മങ്ങി തുടങ്ങിയിരുന്നു. അതുകൊണ്ടാണ് ഇപ്രാവശ്യം ഒരു ഗ്ലോസി ഫിനിഷ് എടുത്തത്. ഇപ്പൊ ഇതിനകത്ത് ഫ്രണ്ടിൽ ഏതാണ്ട് ഇതുപോലൊരു എയർ സർക്കുലേഷന് വേണ്ടി ഒരു നോബ് കൊടുത്തിട്ടുണ്ട്. അതിന്റെ അകത്തായിട്ട് ഒരു ബ്ലാക്ക് വൈസർ നിങ്ങൾക്ക് കാണാൻ പറ്റും. സ്റ്റഡ്സിന്റെ കുറച്ച് പ്രിന്റിങ് കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പൊ ഇതിന് ശേഷം പിന്നെ ബാക്ക് സൈഡിൽ ഇതിന്റെ എയർ ഫ്ലോ ഫ്രണ്ടിൽ നിന്ന് നമ്മൾ വേറെ കയറി കഴിഞ്ഞാൽ പുറത്തോട്ട് ഇറങ്ങി പോകാനുള്ള ഒരു സ്പേസും ബാക്കിൽ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. എനിക്ക് പിന്നെ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് തോന്നിയത് ഈ ഉള്ളിൽ കാണുന്ന വൈസറാണ്. ഈ ബ്ലാക്ക് വൈസറാണ് ഇതിന്റെ ഉള്ളിൽ വരുന്നത്. വെറും ഒരു ബ്ലാക്ക് വൈസർ അല്ലത്, നല്ല കൂളിംഗ് ആയിട്ടുള്ള ഒരു കൂളിംഗ് ഗ്ലാസ് പോലെ ആക്ട് ചെയ്യുന്ന ഒരു ഇതാണ്. അതുകൊണ്ട് നല്ല വെയിലത്തോടെ യാത്ര ചെയ്യണമെങ്കിൽ കണ്ണിന്റെ ക്ഷീണം ഒരുപാട് വരില്ല. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ബൈ ബൈ, സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.